ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നല്ലേ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കട്ട് വർക്ക് ചെയ്ത ചെയർ ബാക്ക് ആണ്. സോഫയുടെ ബാക്കിലിടുന്ന കവറാണ് കേട്ടോ, ചെയർ അല്ല, സോഫയുടെ ബാക്കിലിടുന്ന കവർ കേട്ടോ. നമ്മൾ ഈ ചെയർ ബാക്ക് എന്നാണല്ലോ യൂഷ്വലി പറയുന്നത്. പക്ഷെ ഇത് സോഫയുടെ ബാക്കിൽ നല്ല ഭംഗി കൂട്ടാൻ വേണ്ടി, പിന്നെ നമുക്ക് ചെളിയൊന്നും പറ്റിയാൽ അറിയത്തില്ല, നല്ല സോഫയ്ക്കൊക്കെ ഇത് ഇടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട് വർക്ക് ഒക്കെ ചെയ്ത് നല്ല എംബ്രോയിഡറി വർക്ക് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിലുള്ള തുണിയാണ് ഇത്. കണ്ട് എന്ത് രസം, ഇതിന്റെ സെന്റർ പോർഷൻ ആട്ടോ ഇതിന്റെ. എന്നിട്ട് അതിന്റെ ചുറ്റും ഇതുപോലെ ഉണ്ട്. ഇതുപോലെ ഒരു 3 സീറ്റർ ആണ് കേട്ടോ ഉള്ളത്. ആദ്യം ഇതൊരു 3 സീറ്റർ, ഒരു സെറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒരു 3 സീറ്റർ. ഇതിന്റെ കൂടെയാണ് നമുക്ക് സിംഗിൾ സീറ്റർ ഇതുപോലെ 2 വരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവരും വീട്ടിൽ അങ്ങനെയാണല്ലോ, 3+1+1 എന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ കയ്യിൽ മാഗ്നസ്കേപ്സില് സോഫയുടെ ബാക്ക് കവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. മഴയാണല്ലോ വെയിലാണല്ലോ, നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാ മഴ എപ്പോഴാ വെയിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നല്ല പുതപ്പ്, നല്ല കംഫർട്ടർ, നല്ല 3 ലെയർ പുതപ്പ്, സാധാ പുതപ്പൊക്കെ മാഗ്നസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഈ പിള്ളേർ സ്കൂളൊക്കെ തുറക്കാൻ പോവാം, അപ്പൊ അവർക്ക് നല്ല എന്താ പറയുക, ടേബിൾ ക്ലോത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിള്ളേരുടെ സ്കൂളിലോട്ടൊക്കെ പറ്റുന്ന, അതായത് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ ടേബിളിലൊക്കെ ഇടാൻ പറ്റുന്ന തുണിയുടെ ടേബിൾ ക്ലോത്ത് ആട്ടോ. ഇതിനകത്ത് നല്ല കുഞ്ഞു പ്രിന്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ നമുക്ക് ബെഡ്ഷീറ്റ് ഒരുപാട് വന്നിട്ടുള്ളൂ, നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള റാബിറ്റ് ഉണ്ട്, കോഴിയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, പുല്ലുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലുള്ള ബെഡ്ഷീറ്റിന്റെ പോലത്തെ ഉള്ള തുണിയുള്ള തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതൊരു ടേബിൾ ക്ലോത്ത് ആണ്. ഇനിയുള്ളത് ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്, 100% കോട്ടൺ. 100% കോട്ടൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് മിക്സ് ഒന്നും ഉണ്ടാകത്തില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലത്തെ ഷീറ്റ് ആട്ടോ. നല്ല രസമില്ല, നല്ലൊരു പ്രത്യേക കളറ്, നല്ലൊരു പ്രീമിയം കളർ എന്ന് തന്നെ പറയാം. അതിനകത്ത് നല്ല ഇലകളൊക്കെയും പൂക്കളൊക്കെ ഇരിക്കുന്ന നല്ല ചെരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല രസമായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ബെഡ്ഷീറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ലൈറ്റ് വെയ്റ്റ് കാണിക്കുവാണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനി ഈ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റിന് പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പ്രത്യേകതയാണ് ഇതിന്റെ എല്ലാം വില വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ ബെഡ്ഷീറ്റിനും ഓരോ വിലയാണ്. ഇതിന്റെ ക്യൂൺ സൈസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ തന്നെ വേറെ പ്രിന്റില് നമുക്ക് കിങ് സൈസും അവൈലബിൾ ആണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കേട്ടോ. ഇത് കണ്ടോ, അടുത്ത ഷീറ്റ്. ഈ ഷീറ്റ് എന്ത് ഭംഗിയല്ലേ നല്ല കാണാനേ. ഇതൊരു ഫുൾ ഷീറ്റ് ആണ്, ഫ്ലാറ്റ് ഷീറ്റ്. അതായത് ഇതുപോലെ ബോർഡറിൽ ഇങ്ങനെ വരും, സെന്റർ പോർഷൻ ഇങ്ങനെ നല്ല പൂക്കൾ വരും, ഇതുപോലെ വരും കേട്ടോ. അതായത് ഫ്ലാറ്റ് ഷീറ്റ് ആണ്, മീൻസ് നമ്മളിങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നതല്ല, ഇതുപോലെ തന്നെയാണ് വരുന്ന. ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, പിടിക്കാൻ എളുപ്പമൊക്കെയാണ് കേട്ടോ. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇത് ഹാഫ് ആയിട്ടുള്ള പില്ലോ കവേഴ്സാ, കാരണം സൈഡ് ബോർഡർ ഏതാണോ അതിന്റെ തന്നെ ഹാഫ്, അതായത് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതേ അല്ല കേട്ടോ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള 695ന്റെ നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഈ തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇത് നല്ല സെന്റർ പോർഷൻ നല്ല ലൈൻ വരും കേട്ടോ. നല്ലൊരു പിസ്ത ഗ്രീനിന്റെ ഇടയ്ക്കുള്ള കളറ്, സൈഡ് ബോർഡർ ഈ കളറ്, നല്ല ഭംഗിയായിരിക്കും പിരിച്ചിട്ടാലേ. നല്ല പ്രകാശം ഉണ്ടാവും. ഇന്ന് റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്, ഡെയിലി യൂസിന് നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു 2 വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. ഇനി അടുത്ത ബെഡ്ഷീറ്റ്, ഇത് ആക്ച്വലി മാഗ്നസ്കേപ്സ് ഇപ്പൊ നമ്മൾ വെച്ചപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആണ്. വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് തന്നെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അത്ര ഡിമാൻഡുള്ള ഷീറ്റ് ആയിരുന്നേ. അപ്പൊ നല്ലൊരു സാധാരണക്കാളും നടുവശം ഇച്ചിരി ലൈറ്റ് വെയ്റ്റ് ആണ്, ബോർഡർ ഷീറ്റ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. നല്ല വലിയ പില്ലോ കവേഴ്സോട് കൂടിയ
ഷീറ്റാണ്. ഇനി എല്ലാവർക്കും ഇനി ഓണം വരുന്ന നോക്കിയിരിക്കുകയല്ലേ, ഓണം വരുന്നു, ക്രിസ്മസ് വരുന്നു, വിഷു വരുന്നു, ഈദ് വരുന്നു, എല്ലാവരും ഓരോ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. അപ്പോൾ ഈ ഫെസ്റ്റിവലൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനവും മേടിക്കും. പക്ഷെ ബെഡ്ഷീറ്റ് മേടിക്കാൻ മറന്നു പോകും ചില ആൾക്കാരെ. അപ്പം ഞാനിങ്ങനെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നല്ല പൂക്കളോട് കൂടിയ നല്ല ബെഡ്ഷീറ്റ്. കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ പൂക്കൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ തന്നെ കറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴേ. ഇതുണ്ട് ഇനിയുള്ളത് ഈ ഒരു ഷീറ്റിൽ ബോർഡർ കളർ വ്യത്യാസം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഓറഞ്ച് അല്ലേ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ പോവുക, സൈഡ് ബോർഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. സെൻറ്റർ പോർഷൻ അറൗണ്ട് ഒരു മീൻസ് സൈഡ് ബോർഡറിൻ്റെ സൈസ് വന്നിട്ട് ഈ ഒരു വിത്ത് ഉണ്ടല്ലോ, ഇതൊരു 15 ഇഞ്ചസ് ഉണ്ടാവും 4 സൈഡിൽ കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾ കൂട്ടിയാൽ മതി. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോന്നായിരിക്കും. നമ്മുടെ ക്യൂൺ സൈസ്, നമ്മുടെ എന്നല്ല എല്ലാവരുടെയും ക്യൂൺ സൈസ് ബെഡ്ഷീറ്റിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 90 × 100 ഇഞ്ചസ് ആണ്. മാഗ്നസ് കേവ്സിൻ്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വന്ന് തൊട്ട് വാങ്ങിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. ചെറുപറമ്പത്ത് റോഡിൽ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നസ് കേവ്സ് ഉള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ എല്ലാവരും മഴയൊന്നും കൊള്ളാതിരിക്കണം, അല്ലെങ്കിൽ ശബ്ദമൊക്കെ പോകും കേട്ടോ. താങ്ക് യു.